നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 7.5 പതിറ്റാണ്ടായി മലബാറിന്റെ സാംസ്കാരിക വാർത്താവിനിമയ രംഗത്ത് സജീവ സാന്നിധ്യമായ കോഴിക്കോട് ആകാശവാണി വാർത്താ വിഭാഗം പ്രവർത്തനം തുടരുമെന്ന് അറിയിച്ച് ഷാഫി പറമ്പിൽ എം പി. പ്രസാർ ഭാരതി സിഇഒ ഗൗരവ് ദ്വിവേദി ഇത് സംബന്ധിച്ച് ഉറപ്പ് നൽകിയെന്നും ഷാഫി പറമ്പിൽ എം പി വ്യക്തമാക്കി. ജീവനക്കാരുടെ കുറവും വകുപ്പ് തലത്തിലുള്ള അവഗണനയും കാരണം പ്രക്ഷേപണ കേന്ദ്രം വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോവുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഷാഫി പറമ്പിൽ എം പിയുടെ നിർണായക ഇടപെടലുണ്ടായത്. യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് കോഴിക്കോട്. ആ കോഴിക്കോടിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ആകാശവാണി വാർത്താ വിഭാഗത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഈ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി ഷാഫി പറമ്പിൽ എം പി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്ത് നൽകിയിരുന്നു. ഫെബ്രുവരി 24 ഡൽഹിയിൽ ചേർന്ന വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പുമായി ബന്ധപ്പെട്ട പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലും ഷാഫി പറമ്പിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. പ്രാദേശിക വാർത്താ വിഭാഗം നിലനിർത്തേണ്ട ആവശ്യം എം പി വിശദീകരിച്ചതോടെയാണ് നിലയത്തിന്റെ പ്രവർത്തനം തുടരുമെന്ന് പ്രസാർ ഭാരതി സിഇഒ ഉറപ്പ് നൽകിയത്. സാങ്കേതികവും ഭരണപരവുമായ തടസ്സങ്ങൾ നീക്കി നിലയത്തെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മലബാറിലെ ജനങ്ങളുടെ വൈകാരികമായ ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമായിരിക്കുന്നത്. എന്തായാലും നിർണായകമായ ഇടപെടൽ എം പിയുടെ ആവശ്യപ്രകാരം കേന്ദ്രമന്ത്രി അംഗീകാരം നൽകിയിരിക്കുന്നു. ഒരു കൂട്ടരെങ്കിലും അത് വലിയ രീതിയിൽ ആശ്വാസം നൽകിയിരിക്കുന്ന വാർത്ത. അതേസമയം കേരളത്തിൽ ഇനി പുതുയുഗ കേരളമാണ് വരാൻ പോകുന്നതെന്ന് ഷാഫി പറമ്പിൽ എം പി. നവകേരളത്തിന്റെ പേരിൽ നടത്തിയതെല്ലാം പരാജയപ്പെട്ടു. സർവേ നടന്നാലും ഇല്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ എന്തെന്ന് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വ്യക്തമായെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. അതിൽ നിന്ന് ഒരു മാറ്റവും വരില്ലെന്നും പ്രശ്നങ്ങൾ ഓരോ ദിവസവും കൂടുകയാണെന്നും ഷാഫി പറമ്പിൽ. സർക്കാരിന്റെ കെടുകാര്യസ്ഥത കാരണം ജനങ്ങൾക്ക് ജീവൻ നഷ്ടമാവുകയാണ്. ജനങ്ങളുടെ പണമെടുത്ത് പാർട്ടി പ്രവർത്തനം നടത്തുന്നതാണ് ചോദ്യം ചെയ്യുന്നത്. സർക്കാർ ഉത്തരവിറക്കും മുൻപേ എങ്ങനെ പാർട്ടി സെക്രട്ടറി നിർദ്ദേശം കൊടുത്തു? കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള നിയമ പോരാട്ടം തുടരും. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇതൊന്നും വേണ്ടെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നു. കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുന്നു. കാര്യമായ തർക്കങ്ങളില്ല. എം പിമാർ മത്സരിക്കുന്ന കാര്യം സജീവ ചർച്ചയല്ല. എം പിമാർ മത്സരിക്കുന്നത് അനിവാര്യമാണെന്ന തീരുമാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. ചെറുപ്പക്കാർക്ക് കൂടുതൽ അവസരം നൽകുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അത് മെച്ചപ്പെട്ട രീതിയിൽ തുടരണമെന്ന് തന്നെയാണ് ആഗ്രഹം. അത് അങ്ങനെ തന്നെ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യാറില്ല. അങ്ങനെ ഒരു നീക്കം നടന്നു. അതിനെ ശക്തമായി എതിർത്തുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പ്രമേയത്തിൽ സംഘടനയുടെ പേരിൽ അത് ദൗർഭാഗ്യകരം എന്ന വാക്ക് ഉപയോഗിച്ചു രേഖാമൂലം എതിർത്ത് കത്ത് നൽകി. യഥാർത്ഥത്തിലെ ദൗർഭാഗ്യകരമായ സംഭവം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമല്ല, ചൈനയുടെയും കൊറിയൻ വസ്തുക്കൾ കൊണ്ടുവന്നതാണ് ദൗർഭാഗ്യകരമെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രചരണ യുവ നേതാക്കൾ നയിക്കും. സുനിൽ കനകൗലൂർ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് തീരുമാനം. ജനങ്ങൾക്കിടയിലുള്ള യുവ നേതാക്കളുടെ സ്വീകാര്യത മുന്നണിക്ക് അനുകൂലമായി ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. ഷാഫി പറമ്പിൽ, പി സി വിഷ്ണുനാഥ്, മാത്യു കുഴൽനാടൻ എന്നിവരെ പ്രചരണ വേദിയിൽ എത്തിക്കണം. ഹൈബി ഈഡൻ, റോജി എം ജോൺ, രമ്യ ഹരിദാസ് എന്നിവരുടെ ജനസ്വാധീനവും ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലെ യുവ നേതാക്കളുടെ ഇടപെടൽ മികച്ചതാണെന്ന വിലയിരുത്തലുണ്ട്. താരപ്രചാരകരുടെ പട്ടികയിലും കൂടുതൽ യുവ നേതാക്കളെ ഉൾപ്പെടുത്തണം. എന്തായാലും കോൺഗ്രസും തയ്യാറെടുക്കുകയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിനായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.